വി.ഡി. സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഷാഫി ചാലിയത്തെ പോലെയുള്ള UDFന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദങ്ങളെ ന്യായീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി പോലും പറയാത്ത ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നത് അപകടകരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ അല്ല. അതാണ് ഞാൻ ഈ ചർച്ചയുടെ ആദ്യത്തിൽ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്നത് RSSന്റെ മതരാഷ്ട്രവാദത്തിൽ നിന്നും വ്യത്യസ്തമാണ്. RSSന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ സ്റ്റേറ്റ് നിർബന്ധമാണ് എന്ന വാദത്തിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം, മതരാഷ്ട്രവാദം രൂപപ്പെടുന്നത് തന്നെ. അത്തരമൊരു തിയോളജിക്കൽ പ്രശ്നത്തിലാണ് വി.ഡി. സതീശൻ ഇടപെട്ടിരിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതും. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമാണ്. ഒരു മുസ്ലിമിന് ഇസ്ലാമിക ജീവിതം സമ്പൂർണ്ണമാകണമെങ്കിൽ സ്റ്റേറ്റ് നിർബന്ധമാണ് എന്നാണ്. അതിൽ ഷാഫി ജാലിയത്തിന് സംശയമുണ്ടെങ്കിൽ മൗദൂദിയുടെ കുത്തുബാത്ത് ജമാഅത്തെ ഇസ്ലാമി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ 264 വാദത്തിൽ പേജിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം എന്ന് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ശ്രീ ജിൻഡോ ജോൺ. നേരത്തെ ഇതിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വല്ല നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഖേദമുണ്ട് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ഇത്രയും ധാരണയില്ലായ്മ കാണുമ്പോൾ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കോൺഗ്രസ് ഭരണകൂടം തന്നെ 2 തവണ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ UDF ഭരണകൂടം സത്യവാങ്മൂലം നൽകിയത്? അതിന്റെയും അപ്പുറം ഇനി രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് സ്വീകാര്യനായിരിക്കില്ല. പക്ഷെ അതേ സമയത്ത് 1953 സെപ്റ്റംബർ 1 ഇന്ത്യൻ പാർലമെന്റിൽ വാരാണസിയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ആയ രഘുനാഥ് സിംഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ വാദങ്ങൾ ഈ രാജ്യത്തിനെ ഗുരുതരമായി ബാധിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അന്ന് കോൺഗ്രസിന്റെ മന്ത്രിയായ KN ഗഡ്ജു അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ നിഗൂഢമായ പ്രവർത്തനങ്ങളെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും നടപടികൾ സ്വീകരിക്കും എന്നുമാണ് MP രഘുനാഥ് സിംഗിന് കോൺഗ്രസിന്റെ MPക്ക് അദ്ദേഹം നൽകിയ മറുപടി. അതിനുശേഷം 1953 സെപ്റ്റംബർ 15 കൈലാസ് നാഥിന് ജവഹർലാൽ നെഹ്റു അയക്കുന്ന ഒരു കത്തുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത് അറ്റർലി ബിഗറ്റഡ് എന്നാണ്. അന്ധമായ മതഭ്രാന്തന്മാർ. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ജമാഅത്തെ എന്ത് ബന്ധമുള്ളത്? ഞാൻ ജമാഅത്തെ വിയോജിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ എന്തിനാണ് ഈ കമ്മിറ്റികളിൽ ഇരുന്നത് ഈ ഭീകരവാദികളോടൊപ്പം? ആ ചോദ്യത്തിന് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? അത് എല്ലാം ഓക്കെ. എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിനോടൊപ്പം വിവിധ സർക്കാർ കമ്മിറ്റിയിൽ 5 കൊല്ലം ഇരുന്നത്? അന്നേരം ഒരു ഐത്തുമില്ലല്ലോ. അതിന് സമാധാനം പറയാതെ വേറെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. അതിനൊന്നും മറുപടി ഇല്ല. അധികാരത്തിന്റെ കോലിമുട്ടായി ഊമ്പാൻ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമി ഒന്നും തടസ്സമല്ല. മനസ്സിലായിക്കോളി. വിഭാഗത്തെ കുറിച്ചാണോ ഷാഫി ചാലിയ നാളെ വിവാദം? പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല.